വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യ UAE ധാരണ. ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും തമ്മിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം. ഗസ ഉൾപ്പെടെ പശ്ചിമേഷ്യൻ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. സാമ്പത്തികം, വ്യാപാരം ഉൾപ്പെടെ വിവിധ തുറകളിൽ ഇരു രാജ്യങ്ങളും നേടിയ മുന്നേറ്റത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയും അബുദാബി കിരീടാവകാശിയും മതിപ്പ് രേഖപ്പെടുത്തി. സമഗ്ര സാമ്പത്തിക കരാർ 2 വർഷം പിന്നിട്ടിരിക്കെ കയറ്റിറക്കുമതി രംഗത്തെ ലക്ഷ്യം കൈവരിക്കുന്നതിൽ ഏറെ മുന്നോട്ടു പോകാൻ സാധിച്ചതായി മോദിയും ഷെയ്ഖ് ഖാലിദും ചൂണ്ടിക്കാട്ടി. ന്യൂഡൽഹിയിൽ ഹൈദരാബാദ് ഹൌസിലായിരുന്നു കൂടിക്കാഴ്ച. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ഇന്ത്യയിലെത്തിയത്. പശ്ചിമേഷ്യൻ സമാധാനം ഉറപ്പുവരുത്താനുള്ള നീക്കങ്ങളുമായി ലോകരാജ്യങ്ങൾ സഹകരിക്കേണ്ടതിന്റെ പ്രാധാന്യവും ഇരു നേതാക്കളും ചൂണ്ടിക്കാട്ടി. തുടർന്ന് രാഷ്ട്രപതിയുമായും അബുദാബി കിരീടാവകാശി പ്രത്യേകം കൂടിക്കാഴ്ച നടത്തി. രാജ്ഘട്ടിലെ ഗാന്ധി സമാധിയിലും അബുദാബി കിരീടാവകാശി സന്ദർശനം നടത്തി. നാളെ മുംബൈയിൽ നടക്കുന്ന UAE ഇന്ത്യ ബിസിനസ് ഫോറത്തിൽ അബുദാബി കിരീടാവകാശി സംബന്ധിക്കും. വാണിജ്യ വ്യവസായ മേഖലകളിലെ പ്രമുഖർ ഫോറത്തിൽ സംബന്ധിക്കുന്നുണ്ട്. ഷെയ്ഖ് ഖാലിദിന്റെ ഇന്ത്യ സന്ദർശന ഭാഗമായി ഇന്ത്യൻ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് ലിമിറ്റഡുമായി അഡ്നോക്ക് പുതിയ കരാറിൽ ഒപ്പുവെച്ചു. നിലവിലെ എണ്ണ സംഭരണ കരാർ നീട്ടുന്നതിനും ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയെ പിന്തുണയ്ക്കുന്നതിനുമാണ് കരാർ ലക്ഷ്യമിടുന്നത്. ഇന്ത്യയിൽ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ പാർക്ക് വികസനത്തിന് അബുദാബി കേന്ദ്രമായ എഡിക്യു ഗുജറാത്ത് സർക്കാരുമായി കരാറിൽ ഒപ്പുവെച്ചു. ആണവോർജ്ജ മേഖലയിലെ സഹകരണം ലക്ഷ്യമിട്ടുള്ളതാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ച മറ്റൊരു കരാർ. മീഡിയ 1 ദുബൈ. റിയാദിൽ നടന്ന GCC മന്ത്രിതല സമ്മേളനത്തിനിടെ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനിയും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കറും കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ, റഷ്യ, ബ്രസീൽ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരും GCC മന്ത്രിമാരും പങ്കെടുക്കുന്ന 2 ദിവസ സമ്മേളനത്തിന്റെ ഭാഗമായാണ് ഇരു നേതാക്കളും റിയാദിലെത്തിയത്. ഖത്തറും ഇന്ത്യയും തമ്മിലെ നയതന്ത്ര ഉഭയകക്ഷി വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായതായി ഖത്തർ ന്യൂസ് ഏജൻസിയും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചു. കഴിഞ്ഞ ജൂണിൽ ദോഹയിൽ ഡോക്ടർ ജയശങ്കറും ഖത്തർ പ്രധാനമന്ത്രിയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഗൾഫ് രാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ $600 കോടി നിക്ഷേപമുള്ളതായി വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ഇന്ത്യക്ക് GCC രാജ്യങ്ങളുമായുള്ള വ്യാപാരത്തിന്റെ മൂല്യം 1.5 ലക്ഷം കോടി രൂപയായി ഉയർന്നതായും അദ്ദേഹം പറഞ്ഞു. റിയാദിൽ ഇന്ത്യ GCC സഹകരണ കൗൺസിൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഗസയിലെ വെടിനിർത്തൽ വേഗത്തിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ, ബ്രസീൽ, റഷ്യ രാജ്യങ്ങളുമായുള്ള GCC രാജ്യങ്ങളുടെ സഹകരണ കൗൺസിൽ യോഗമാണ് ഇന്ന് റിയാദിൽ നടന്നത്. വിദേശകാര്യ മന്ത്രിമാരായിരുന്നു യോഗത്തിൽ സംബന്ധിച്ചത്. ഓരോ രാജ്യങ്ങളുടെയും വിദേശകാര്യ മന്ത്രിമാരുമായി പ്രത്യേകം കൂടിക്കാഴ്ചയുണ്ടായിരുന്നു. റിയാദ് GCC കൗൺസിൽ ആസ്ഥാനത്ത് ചേർന്ന യോഗത്തിൽ ഗൾഫ് ഇന്ത്യ തന്ത്രപ്രധാന കൂടിക്കാഴ്ചയിൽ സഹകരണം വർദ്ധിപ്പിക്കാനാണ് തീരുമാനിച്ചത്. 90 ലക്ഷത്തോളം ഇന്ത്യക്കാർ ഗൾഫിൽ ജോലി ചെയ്യുന്നതായും ഈ രാജ്യങ്ങളുടെ വികസനത്തിൽ അവർ പങ്കാളികളാകുന്നതായും വിദേശകാര്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇരു കൂട്ടരുടെയും ബന്ധം വേരുറച്ചതാണെന്നും അത് കൂടുതൽ മേഖലകളിലേക്ക് പോകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഗസയിലെ വെടിനിർത്തൽ വേഗത്തിലാക്കാൻ ശ്രമം വേണമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ഇന്ത്യയും ഗൾഫ് രാജ്യങ്ങളും തമ്മിലെ വ്യാപാരം 2022 $1.74 ലക്ഷം ഉയർന്നതായി കൗൺസിൽ അറിയിച്ചു. حيث يشكل الأساس الذي تقوم عليه علاقتنا التجارية والاستثمارية، إذ بلغ حجم التبادل التجاري بين مجلس التعاون والهند في عام 2022 نحو $174 مليار أمريكي، أي نحو 11% من إجمالي حجم التبادل التجاري السلعي لمجلس التعاون، مما يعكس الأهمية الكبيرة لهذا التعاون، ويشمل التعاون في مجال التجارة الذي بلغت فيه صادرات دول المجلس ما قيمته $91 مليار، في حين بلغت الواردات ما قيمته $83 مليار، مما يعزز التكامل الاقتصادي بيننا ويوفر فرصا للنمو والتوسع في الأسواق. AI ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഇന്ത്യ GCC സഹകരണം തുടരണം. بلغت استثمارات دول مجلس التعاون في الهند نحو $6 مليار أمريكي في مشاريع متنوعة. هذه الاستثمارات تعكس الثقة المتبادلة والفرص الواعدة التي توفرها الأسواق في كلا الجانبين، لا سيما وأنه خلال تعزيز الاستثمارات المشتركة يمكننا تحقيق فوائد اقتصادية كبيرة، بما في ذلك خلق فرص العمل وتعزيز النمو الاقتصادي. بالإضافة إلى البترول والغاز، هنالك فرص كبيرة للاستثمار المشترك في مجالات الطاقة المتجددة، مما يسهم في تحقيق الاستدامة وتنويع مصادر الدخل وتنويع مصادر الطاقة ويسهم في حماية البيئة. ഇന്ത്യക്ക് പുറമെ റഷ്യ, ബ്രസീൽ എന്നിവരുമായും സഹകരണ കൗൺസിലിന്റെ യോഗമുണ്ടായിരുന്നു. അഫ്താബുർ റഹ്മാൻ, മീഡിയ 1, റിയാദ്.
ഒമാൻ ഇന്ത്യൻ വിദേശകാര്യമന്ത്രിമാർ റിയാദിൽ കൂടിക്കാഴ്ച നടത്തി. പ്രഥമ ഇന്ത്യ ഗൾഫ് സഹകരണ കൗൺസിലിലെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന്റെ ഭാഗമായാണ് സയ്യിദ് ബദർ അൽ ബുസൈദിയും ഡോക്ടർ എസ് ജയശങ്കറും കൂടിക്കാഴ്ച നടത്തിയത്. തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തതായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കർ പറഞ്ഞു. രാഷ്ട്രീയം, വ്യാപാരം തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇന്ത്യയും GCCയും ആഴമേറിയതും ബഹുമുഖവുമായ ബന്ധമാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. അബുദാബി കിരീടാവകാശിയുടെ ബഹുമാനാർത്ഥം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹൈദരാബാദ് ഹൌസിൽ ഒരുക്കിയ വിരുന്നിൽ വ്യവസായ പ്രമുഖൻ MA യൂസഫ് അലിയും സംബന്ധിച്ചു. ബുർജിൽ ഹോൾഡിംഗ്സ് ചെയർമാൻ ഡോക്ടർ ഷംഷീർ വയലിലും ചടങ്ങിൽ സംബന്ധിച്ചു. നാളെ മുംബൈയിൽ നടക്കുന്ന ഇന്ത്യ UAE വാണിജ്യ ഉച്ചകോടിയിലും ഇരുവരും പങ്കെടുക്കും. സിറിയക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 18 പേർ മരിച്ചു. ഗസ യുദ്ധാനന്തരം ഇസ്രായേൽ ഇതാദ്യമായാണ് സിറിയക്ക് നേരെ വ്യാപക ആക്രമണം നടത്തുന്നത്. ദമസ്കസിന് നേരെയുള്ള ആക്രമണത്തിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാനും ഹിസ്ബുള്ളയും മുന്നറിയിപ്പ് നൽകി. ഗസ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ദേശീയ സുരക്ഷാ സമിതി അംഗങ്ങളുമായി ഇന്ന് ചർച്ച നടത്തും. MCA നാസർ വിവരങ്ങൾ നൽകി. MCA, എന്താണ് ഇപ്പോൾ ഇസ്രായേൽ ഇങ്ങനെ സിറിയക്ക് നേരെ വ്യാപകമായ ആക്രമണം അഴിച്ചുവിടാൻ കാരണം? എത്ര കണ്ട് ആൾനാശം ഉൾപ്പെടെയുള്ള നാശനഷ്ടങ്ങൾ ഡമസ്കസിൽ ഉണ്ടായിട്ടുണ്ട്? സൈഫുദ്ദീൻ, വളരെ നേരം നീണ്ടുനിന്ന ആക്രമണമാണ് സിറിയൻ തലസ്ഥാനമായ ദമസ്കസ് ഉൾപ്പെടെയുള്ള നഗരങ്ങൾക്ക് നേരെ നടന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടാണ് ഇപ്പോൾ ഈ ഒക്ടോബർ 7-ന് ശേഷം നടക്കുന്ന വ്യാപകമായിട്ടുള്ള ഒരു ആക്രമണം. 18 പേരാണ് ഔദ്യോഗികമായിട്ട് കൊല്ലപ്പെട്ടതായിട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നത്. പക്ഷേ മരണസംഖ്യ 25 ആയതായിട്ട് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മധ്യ സിറിയയുടെ വിവിധ ഭാഗങ്ങളിലായിരുന്നു ആക്രമണം നടന്നത്. ചില ഗവേഷണ കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണം നടന്നിട്ടുണ്ട്. ആക്രമണത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശദാംശങ്ങൾ ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഇസ്രായേൽ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പുറത്തുവിടുന്ന റിപ്പോർട്ട് ഹിസ്ബുല്ല ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ, ആ ആക്രമണങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ കൈമാറുന്നത് സിറിയയിൽ നിന്നാണ്. ഇറാനാണ് അതിൻ്റെ പിന്നിൽ. അതുകൊണ്ട് ഇറാൻ മിലീഷ്യകളുടെ കേന്ദ്രങ്ങളിലാണ് തങ്ങൾ ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത്. പക്ഷേ ഇറാൻ്റെ വളരെ കൃത്യമായിട്ടുള്ളൊരു പ്രതികരണം അല്പം മുമ്പ് പുറത്തു വന്നിട്ടുണ്ട്. കാരണം സിറിയയുടെ പരമാധികാരത്തിന് നേരെയുള്ള വ്യാപകമായിട്ടുള്ള കടന്നുകയറ്റമാണ് പിന്നിട്ട മണിക്കൂറുകളിൽ ഉണ്ടായിരിക്കുന്നത്. ഇത് അംഗീകരിക്കാൻ സാധ്യമല്ല. വളരെ ശക്തമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകുമെന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ റഷ്യയും ഇസ്രായേൽ നടത്തിയിരിക്കുന്ന സിറിയക്ക് നേരെയുള്ള ആക്രമണത്തിൽ കടുത്ത അസംതൃപ്തിയും പ്രതിഷേധവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും സിറിയക്ക് പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകാനും സിറിയൻ പ്രതിരോധത്തിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ നൽകാനും റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തീരുമാനിക്കുമെന്ന റിപ്പോർട്ടുകൾ കൂടി ഏറ്റവും അവസാനം പുറത്തുവിടുന്നുണ്ട്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ഗസക്കപ്പുറത്തേക്ക് യുദ്ധത്തിന് വ്യാപ്തി വരരുതെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ ലബനാനിലേക്ക് പിന്നിട്ട ദിവസങ്ങളിലൊക്കെ നടക്കുന്ന ആക്രമണത്തിൻ്റെ വ്യാപ്തിയും അതോടൊപ്പം തന്നെ ഇപ്പോൾ സിറിയക്ക് നേരെ നടന്നിരിക്കുന്ന ആക്രമണവും ഏത് സമയത്ത് വേണമെങ്കിലും യുദ്ധം കൂടുതൽ വ്യാപ്തിയിലേക്ക് നീങ്ങാനുള്ള ഒരു ആശങ്ക അമേരിക്കൻ നേതൃത്വം ഇസ്രായേലിനെ അറിയിച്ചതായിട്ടാണ് റിപ്പോർട്ടുകളുള്ളത്. ഇന്ന് രാത്രി ദേശീയ സുരക്ഷാ സമിതി അംഗങ്ങളുമായിട്ട് ജോ ബൈഡൻ പ്രത്യേകം ചർച്ച നടത്തുന്നുണ്ട്. 2 കാര്യങ്ങളായിരിക്കും അതിൽ പ്രധാനമായിട്ടും വരിക. ഒന്ന്, ബന്ദികളെ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കാൻ, ഹമാസുമായിട്ട് ഒരു കരാർ രൂപപ്പെടുത്താൻ അമേരിക്ക സ്വന്തം നിലക്ക് ചില നീക്കങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ദേശീയ സുരക്ഷാ സമിതി അംഗങ്ങളുമായിട്ട് ബൈഡൻ വിലയിരുത്തും. അതിൽ ഏറ്റവും പ്രധാനം, ഏറ്റവും ചുരുങ്ങിയത്, ഇനി ഇസ്രായേൽ നെതന്യാഹു വഴങ്ങുന്നില്ല എങ്കിൽ തങ്ങളുടേതായിട്ടുള്ള 6 അമേരിക്കൻ വംശജരെയെങ്കിലും ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പേ മോചിപ്പിക്കാനുള്ള ഒരു അവസരം കൂടി അമേരിക്ക ലക്ഷ്യമിടുന്നുണ്ട്. പക്ഷെ അത് എത്ര കണ്ട് ഈജിപ്ത്, ഖത്തർ നേതൃത്വവുമായി ചർച്ച നടത്തിയിട്ടാണ് ഇന്ന് രാത്രി ദേശീയ സുരക്ഷാ സമിതിയുമായിട്ട് ബൈഡൻ പ്രത്യേകമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച, വിലയിരുത്തൽ നടത്താനുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നത്. സൈഫുദ്ദീൻ. ശരി, MCA നാസറാണ് ദുബായിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഗസയിൽ സ്കൂളുകളിലടക്കം ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ ആഗോളതലത്തിൽ നടപടിയെടുക്കാത്തതിന് ശക്തമായി വിമർശിച്ച് ഖത്തർ അമീറിന്റെ മാതാവും എഡ്യൂക്കേഷൻ എബവ് ഓൾ ഫൗണ്ടേഷൻ ചെയർപേഴ്സണുമായ ഷെയ്ഖ മൊസ ബിൻത് നാസർ ആക്രമണത്തിൽ നിന്ന് വിദ്യാഭ്യാസം സംരക്ഷിക്കുന്നതിനുള്ള 5ാം അന്താരാഷ്ട്ര ദിനാചരണത്തോടനുബന്ധിച്ച് ഖത്തർ നാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഇസ്രായേൽ ആക്രമണങ്ങളെ തുടർന്ന് ഗസയിൽ 6.25 ലക്ഷം വിദ്യാർത്ഥികൾക്കാണ് വിദ്യാഭ്യാസം പൂർണ്ണമായും നിഷേധിക്കപ്പെട്ടത്. മേഖലയിൽ വിദ്യാലയങ്ങൾ പുതിയ അധ്യയന വർഷത്തെ വരവേറ്റപ്പോൾ 1 വർഷമായി മുടങ്ങിയ പഠനം ഇനി എന്ന് പുനരാരംഭിക്കാൻ കഴിയുമെന്നതും ആശങ്കയായി തുടരുകയാണ്.
സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചന ഉത്തരവ് ഉടൻ ഉണ്ടാകുമെന്ന് റിയാദ് സഹായ സമിതി. ജൂലൈ 2-ന് വധശിക്ഷ റദ്ദു ചെയ്ത് കോടതി ഉത്തരവ് ഇറങ്ങിയതിന് ശേഷമുള്ള സുപ്രധാന ഉത്തരവാണ് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നത്. കേസിൽ മോചനത്തിനായുള്ള ഫയൽ നീക്കം തുടരുകയാണ്. റഹീം കേസിന്റെ നടപടികൾ ഇന്ത്യൻ എംബസിയും റഹീമിന്റെ പവർ ഓഫ് അറ്റോർണിയായ സിദ്ദിഖ് തുവൂരും പ്രതിഭാഗം വക്കീലുമാണ് പിന്തുടരുന്നത്. റിയാദിലെ നിയമസഹായ സമിതി വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം അറിയിച്ചത്. ദിയാദനം നൽകി കൊല്ലപ്പെട്ട ബാലന്റെ കുടുംബം അനുരഞ്ജന കരാറിൽ ഒപ്പുവെച്ചതോടെ റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കിയിരുന്നു. എന്നാൽ ജയിൽ മോചനത്തിന് കടമ്പകൾ ഏറെയുണ്ടായിരുന്നു. കേസിൽ പബ്ലിക് റൈറ്റ്സ് അനുസരിച്ചുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കണം. കേസ് അന്വേഷിച്ച് കോടതി റിപ്പോർട്ട് നൽകുന്ന പബ്ലിക് പ്രോസിക്യൂഷൻ കേസുമായി ബന്ധപ്പെട്ട ഫയൽ കോടതിക്ക് ഇന്നലെ കൈമാറിയിട്ടുണ്ട്. അറ്റോർണി സിദ്ദിഖ് തുവൂരാണ് ഇക്കാര്യം അറിയിച്ചത്. ഇനി വൈകാതെ കോടതി മോചന ഉത്തരവ് നൽകുമെന്നാണ് പ്രതീക്ഷ. മോചനത്തിനുള്ള ഉത്തരവിന്റെ പകർപ്പ് ഗവർണറേറ്റിലേക്കും ജയിലിലേക്കും നൽകും. ശേഷം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലുള്ള പാസ്പോർട്ട് വിഭാഗം ഫൈനൽ എക്സിറ്റ് നടപടികൾ പൂർത്തിയാക്കും. തുടർന്ന് ഇന്ത്യൻ എംബസി യാത്രാരേഖ നൽകിയാൽ റഹീമിന് നാടണയാം. 2006 ഡിസംബറിലാണ് സൗദി ബാലന്റെ കൊലപാതക കേസിൽ അബ്ദുൾ റഹീം ജയിലിലാകുന്നത്. തുടർന്ന് 18 വർഷത്തോളം നീണ്ട ശ്രമത്തിനൊടുവിലാണ് മോചനത്തിലേക്കുള്ള വഴികൾ തെളിഞ്ഞത്. മീഡിയ 1 റിയാദ്. UAE-യിൽ വാഹനാപകടത്തിൽ ഗുരുതര പരിക്കേറ്റ മലയാളി യുവാവിന് 11.5 കോടി രൂപയുടെ നഷ്ടപരിഹാരം. അലൈനിലുണ്ടായ അപകടത്തിൽ ശരീരം തളർന്നുപോയ മലപ്പുറം കൂരാട് സ്വദേശി ഷിഫിനാണ് UAE ഫെഡറൽ സുപ്രീം കോടതി 50 ലക്ഷം ദിർഹം നഷ്ടപരിഹാരം വിധിച്ചത്. വാഹനാപകട കേസിൽ UAE-യിൽ മലയാളിക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന നഷ്ടപരിഹാര തുകയാണിതെന്ന് അഭിഭാഷകർ ചൂണ്ടിക്കാട്ടി. 2022 മാർച്ച് 26-നാണ് അലൈനിൽ ഗ്രോസറി ജീവനക്കാരനായിരുന്ന ഷിഫിന് വാഹനാപകടത്തിൽ പരിക്കേൽക്കുന്നത്. ഇടിച്ചിട്ട് സ്വദേശിയുടെ വാഹനം നിർത്താതെ പോയി. ദേഹമാസകലം തളർന്നുപോയ ഈ 22-കാരൻ അലൈനിലും അബുദാബിയിലും നാട്ടിലുമായി 2.5 വർഷത്തോളമായി ചികിത്സയിലാണ്. മകനെ ശുശ്രൂഷിക്കാൻ സൗദിയിലായിരുന്ന പിതാവ് ജോലി ഉപേക്ഷിച്ച് പോരേണ്ടി വന്നു. ലഭിച്ച 11.5 കോടി കൊണ്ട് മകന് മികച്ച ചികിത്സ നൽകണമെന്ന് ആഗ്രഹിക്കുകയാണ് ഈ മാതാപിതാക്കൾ. വിധി വന്നപ്പോൾ നമുക്ക് എന്താ പറയുക, നമുക്ക് സന്തോഷം ഇല്ല എന്ന് പറയണില്ല, സന്തോഷം ഉണ്ടാവണം. പിന്നെ നമ്മളെ മോൻ്റെ അവസ്ഥ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ല, അതാണ് നമുക്ക് പറയാല്ല കാര്യമായിട്ട്. മോനെ എണീക്കണം, അപ്പോഴേ നമുക്ക് സന്തോഷം ഉണ്ടാവും. മോനെ ഉമ്മാന്ന് വിളിച്ചിരിക്കാൻ മതി. ആരും വേണം. തുടർ ചികിത്സയ്ക്ക് ഒരു വലിയ ആശ്വാസമല്ലേ ഇത്? ഏത് രീതിയിലാണ് ചികിത്സ? ഞങ്ങൾ ചികിത്സ അവനെന്താ ചികിത്സ വേണ്ടത് അവിടേക്ക് കൊണ്ടുപോകും. അവൻ്റെ ചികിത്സക്ക് ഇപ്പോൾ ഇത്രയും പൈസ കിട്ടാറുമ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരിത് ആവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് ഇപ്പോൾ ഇവിടേക്ക് വന്നേക്കാവും. കേസൊക്കെ ക്ലോസ് ചെയ്ത് ഇത്രയും പൈസ ഇട്ട് ഞങ്ങളെ കൊണ്ട് പോകാൻ ഇത്രയും വലിയൊരു ചികിത്സക്കൊന്നും കഴിയാത്ത ആൾക്കാരല്ലേ. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഷാർജയിലെ ഫ്രാൻ ഗൾഫ് എന്ന നിയമസ്ഥാപനമാണ് ഷെഫിന്റെ കേസ് ഏറ്റെടുത്ത് നിയമ പോരാട്ടത്തിന് കുടുംബത്തിനൊപ്പം നിന്നത്. ഒരു മലയാളിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ UAE ആക്സിഡന്റ് കോമ്പൻസേഷൻ ആണെന്നുള്ളതാണ്. പ്രധാനമായിട്ട് അവൻ്റെ പ്രായമാണ്. കാരണം ഒരു നല്ലൊരു ഫിറ്റ്നസ് ഉള്ള ഒരാൾ അവൻ്റെ ഈ പ്രായം കൺസിഡർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത്രയും ഒരു അച്ചീവ്മെന്റിലേക്ക് പോകാൻ പറ്റുന്നത്. പിന്നെ അവനൊരു ഏണിംഗ് മെമ്പറാണ്. പിന്നീട് ഈ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട്. കീഴ്ക്കോടതി 2.5 മില്യൺ ദിർഹം ആദ്യം നഷ്ടപരിഹാരം വിധിച്ചെങ്കിലും ഷെഫിന്റെ പ്രായവും തുടർ ചികിത്സയുടെ ആവശ്യവും കണക്കിലെടുത്ത് അപ്പീൽ നൽകുകയായിരുന്നു. ഇതേ തുടർന്നാണ് സുപ്രീം കോടതി നഷ്ടപരിഹാര തുക 5 മില്യൺ ദിർഹമാക്കി വർദ്ധിപ്പിച്ചത്. വാർത്താസമ്മേളനത്തിൽ നഷ്ടപരിഹാര തുകയുടെ ചെക്ക് ഫ്രാൻ ഗൾഫ് അധികൃതർ കൈമാറി. അഭിഭാഷകരായ ഈസ അനീസ്, ഫരീദ് അൽ ഹസൻ, UC അബ്ദുള്ള, CEO മുഹമ്മദ് ഫാസിൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ദുബായ്. ആരോഗ്യരംഗത്തെ നിയന്ത്രണം ലക്ഷ്യമിട്ട് ദുബായിൽ പുതിയ ചട്ടം വരുന്നു. UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് കിരീടാവകാശിയും ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് പുതിയ ചട്ടങ്ങൾ പുറത്തിറക്കിയത്. ഫ്രീ സോണുകൾ ഉൾപ്പെടെ ദുബൈയിലെ എല്ലാ ആരോഗ്യ മേഖലയ്ക്കും നിയമം ബാധകമായിരിക്കും. ദുബൈയിലെ ഫെഡറൽ സർക്കാർ സ്ഥാപനങ്ങളിലെയും അനുബന്ധ ഹെൽത്ത് കെയർ സ്ഥാപനങ്ങളിലെയും പ്രൊഫഷണലുകളെ പ്രമേയത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. പരാതികൾ അന്വേഷിക്കാനും നടപടിയെടുക്കാനും ദുബൈ ആരോഗ്യ വകുപ്പിന് കൂടുതൽ അധികാരം കൈമാറുന്നതാണ് പുതിയ ചട്ടം. ആരോഗ്യ സംരക്ഷണ നയങ്ങളും മാനദണ്ഡങ്ങളും വികസിപ്പിക്കുക, സേവനദാതാക്കൾക്കും പ്രൊഫഷണലുകൾക്കുമായി ആപ്ലിക്കേഷനുകൾ രൂപപ്പെടുത്തുക, നിയന്ത്രണങ്ങൾ പാലിക്കുന്നതായി ഉറപ്പാക്കുക എന്നിവയെല്ലാം പ്രധാന ഉത്തരവാദിത്തങ്ങളിൽ ഉൾപ്പെടും. ഹെൽത്ത് കെയർ പ്രൊഫഷണലുകൾക്കെതിരായ രോഗികളുടെ പരാതികൾ അന്വേഷിക്കാൻ ദുബൈ ആരോഗ്യ വകുപ്പിന് ഉത്തരവാദിത്തമുണ്ട്. നിയമലംഘനങ്ങൾക്ക് ഫൈൻ ചുമത്താനും അധികാരം നൽകും.
തുടർ നടപടികൾക്കായി മെഡിക്കൽ പ്രാക്ടീസ് കമ്മിറ്റിയിലേക്ക് കേസ് റഫർ ചെയ്യാം. ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ കൈകാര്യം ചെയ്യുന്ന ആരോഗ്യ വിവരങ്ങളുടെ ഗുണനിലവാരം നിരീക്ഷിക്കുക, ആരോഗ്യരംഗത്തെ പ്രൊഫഷണലുകളും സൗകര്യങ്ങളും പരിശോധിക്കുക, ദുബൈ ആരോഗ്യരംഗത്തെ നടപടികൾ ഫെഡറൽ പ്രാദേശിക സ്ഥാപനങ്ങളുമായി ഏകോപിപ്പിക്കുക എന്നിവയും ആരോഗ്യവകുപ്പിന്റെ ചുമതലയാണ്. ഇതിനു പുറമെ ആരോഗ്യവകുപ്പിന്റെ അനുമതി കൂടാതെ ദുബൈയിൽ ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങളോ പ്രൊഫഷണലുകളോ പ്രവർത്തിക്കാൻ പാടില്ലെന്നും നിയമം നിഷ്കർഷിക്കുന്നുണ്ട്. മീഡിയ 1 ദുബൈ. വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന ശക്തമാക്കി കുവൈത്ത് വാണിജ്യ വ്യവസായ മന്ത്രാലയം. കഴിഞ്ഞ ദിവസം കുവൈത്ത് സിറ്റിയിലെ മുബാറക്കിയ മാർക്കറ്റിൽ നടന്ന പരിശോധനയിൽ നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തി. ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും നടന്ന തെരച്ചിലിൽ അനധികൃതമായി ഉപയോഗിച്ച സർക്കാർ സബ്സിഡി ഉൽപ്പന്നങ്ങളും ഗുണമേന്മയില്ലാത്ത മാംസവും പിടികൂടി. നിയമങ്ങൾ ലംഘിച്ച റെസ്റ്റോറന്റുകളുടെ കേസ് കൊമേഴ്ഷ്യൽ പ്രോസിക്യൂഷന് കൈമാറി. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പൈതൃക വിപണികളിലൊന്നായ സൂക്ക് മുബാറക്കിയ വരും ദിവസങ്ങളിലും രാജ്യത്ത് പരിശോധന ശക്തമാക്കുമെന്നാണ് സൂചനകൾ. ചൈനയിൽ നിന്നും കൂടുതൽ LNG കപ്പലുകൾ വാങ്ങാൻ കരാർ ഒപ്പുവെച്ച് ഖത്തർ എനർജി. 6 കൂറ്റൻ കപ്പലുകളാണ് ഖത്തർ വാങ്ങുക. നോർത്ത് ഫീൽഡ് പദ്ധതികളുടെ വികസനത്തിന്റെ ഭാഗമായാണ് ദ്രവീകൃത പ്രകൃതിവാതക നീക്കത്തിനായി ഖത്തർ കൂടുതൽ കപ്പലുകൾ വാങ്ങുന്നത്. 2,71,000 ക്യൂബിക് മീറ്റർ വീതം ശേഷിയുള്ളതാണ് ഈ കപ്പലുകൾ. ഏതാണ്ട് $2 ബില്യൺ കരാർ. നേരത്തെ 18 കപ്പലുകൾ നിർമ്മിക്കാൻ ഖത്തറും ചൈന സ്റ്റേറ്റ് ഷിപ്പ് ബിൽഡിംഗ് കോർപ്പറേഷനും തമ്മിൽ ധാരണയിലെത്തിയിരുന്നു. പുതിയ കരാറടക്കം 24 കപ്പലുകളാണ് ഖത്തർ ചൈനയിൽ നിന്നും വാങ്ങുന്നത്. 2028-നും 31-നും ഇടയിൽ പുതിയ കപ്പലുകൾ ഖത്തർ എനർജിക്ക് കൈമാറും. ഈ കപ്പലുകൾ കൂടി ലഭിക്കുന്നതോടെ ഖത്തർ എനർജിയുടെ LNG നീക്കത്തിനുള്ള കപ്പലുകളുടെ എണ്ണം 128ആയി ഉയരും. 2030 ഖത്തറിന്റെ പ്രകൃതിവാതക ഉൽപാദനം ഇരട്ടിയായി വർദ്ധിപ്പിക്കാനുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ചൈനയിലെ ഷാങ്ഹായിൽ നടന്ന പരിപാടിയിൽ ഖത്തർ ഊർജ്ജ സഹമന്ത്രി സാഷരിദ അൽ കാബി ചൈനീസ് കമ്പനിയുമായി കരാറിൽ ഒപ്പുവെച്ചു. മീഡിയ 1 ദോഹ. കുവൈത്ത് നാഷണൽ പെട്രോളിയം കമ്പനിയുടെ മിന അബ്ദുള്ള റിഫൈനറി ലോകത്തിലെ എണ്ണ ശുദ്ധീകരണശാലകളിൽ 1-ാം സ്ഥാനത്ത്. അമേരിക്കൻ കമ്പനിയായ മാർഷ് നടത്തിയ പഠനത്തിലാണ് മിന അബ്ദുള്ള റിഫൈനറി ആഗോള നേട്ടം കൈവരിച്ചത്. സുരക്ഷാ, പ്രവർത്തന മികവ് എന്നീ മേഖലകളിലെ നേട്ടമാണ് ലോകത്തിലെ 230 പ്രധാന എണ്ണ ശുദ്ധീകരണശാലകളിൽ മിന അബ്ദുള്ള റിഫൈനറി 1-ാം സ്ഥാനത്തെത്തിച്ചത്. ബയോമെട്രിക് വിരലടയാളം സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കാത്തവർക്ക് സർക്കാർ സേവനങ്ങൾ നിർത്തിവെക്കുമെന്ന് കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം. പ്രവാസികളുടെ ബയോമെട്രിക്സ് പൂർത്തിയാക്കാനുള്ള അവസാന തീയതി ഡിസംബർ 31. ബയോമെട്രിക് വിരലടയാളം പൂർത്തിയാക്കാത്തവരുടെ സർക്കാർ സേവനങ്ങൾ നിർത്തിവെക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുള്ളവർ സമയപരിധിക്കുള്ളിൽ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലെത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. കുവൈത്ത് പൗരന്മാർക്ക് 2024 സെപ്റ്റംബർ 30 വരെയാണ് സമയപരിധി. എന്നാൽ പ്രവാസികൾക്ക് ഡിസംബർ 31 വരെ സമയമുണ്ട്. നിലവിൽ 8 ലക്ഷം പ്രവാസികളും 1.25 ലക്ഷം കുവൈത്തികളും ബയോമെട്രിക്സ് പൂർത്തിയാക്കാൻ ബാക്കിയുണ്ട്. രജിസ്റ്റർ ചെയ്യാത്ത സ്വദേശികളുടെ ബാങ്ക് ഇടപാടുകൾ നിയന്ത്രിക്കുന്നതടക്കമുള്ള നടപടികളും സർക്കാർ പരിഗണിക്കുന്നു. പൗരന്മാരുടെ സുരക്ഷ ലക്ഷ്യമിട്ടാണ് അധികൃതർ നിർബന്ധിത ബയോമെട്രിക് ഏർപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം രാജ്യത്തെ ബയോമെട്രിക് സെന്ററുകളുടെ പ്രവർത്തന സമയം ആഭ്യന്തര മന്ത്രാലയം നീട്ടിയിരുന്നു. ഇതോടെ സെന്ററുകൾ ആഴ്ചയിലുടനീളം രാവിലെ 8 മുതൽ രാത്രി 10 വരെ പ്രവർത്തിക്കും. അതിനിടെ ബയോമെട്രിക് വിരലടയാളം നൽകാത്തത് യാത്രാ അവകാശത്തെ ബാധിക്കില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. യാത്രാ നിയന്ത്രണങ്ങൾ പബ്ലിക് പ്രോസിക്യൂഷന് മാത്രമേ ചുമത്താനാകൂവെന്നും പറഞ്ഞു. മീഡിയ 1 കുവൈത്ത്. നിർമ്മാണ തീയതികളിൽ കൃത്രിമം കാണിച്ചതിന് ടയർ സർവീസ് കട കുവൈത്ത് വാണിജ്യ വ്യവസായ മന്ത്രാലയം അടച്ചുപൂട്ടി. വാഹനങ്ങളുടെ ടയറുകളിൽ രേഖപ്പെടുത്തിയ യഥാർത്ഥ നിർമ്മാണ തീയതിയിൽ കൃത്രിമം നടത്തിയ സ്ഥാപനത്തിനെതിരെയാണ് നടപടി. രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസമാണ് മന്ത്രാലയത്തിലെ പ്രത്യേക സംഘം കടയിൽ പരിശോധനയ്ക്കെത്തിയത്. ഉപഭോക്താക്കളുടെ സുരക്ഷയെ അപകടപ്പെടുത്തുന്നതാണ് ടയറുകളുടെ നിർമ്മാണ തീയതികളിൽ മാറ്റം വരുത്തുന്നതെന്ന് മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. ദുബായ് പുതിയ ദേശീയ സർവകലാശാല പ്രഖ്യാപിച്ചു. ദുബായ് നാഷണൽ യൂണിവേഴ്സിറ്റി എന്ന പേരിൽ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദാണ് പുതിയ സർവകലാശാലയുടെ പ്രഖ്യാപനം നടത്തിയത്. 450 കോടി ദിർഹം ചെലവിട്ടാണ് പുതിയ യൂണിവേഴ്സിറ്റി നിർമ്മിക്കുക. ഭാവിക്ക് ഊന്നൽ നൽകുന്ന സ്പെഷ്യലൈസ്ഡ് കോഴ്സുകളാണ് പുതിയ സർവകലാശാല വാഗ്ദാനം ചെയ്യുന്നത്. അടുത്ത 10 വർഷത്തിനുള്ളിൽ ലോകത്തിലെ മികച്ച 50 സർവകലാശാലകളിൽ ഒന്നായി ദുബായ് നാഷണൽ യൂണിവേഴ്സിറ്റിയെ മാറ്റുകയാണ് ലക്ഷ്യം. ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാനാണ് സർവകലാശാലയുടെ സുപ്രീം പ്രസിഡന്റ്. 1-ാം ഉപഭരണാധികാരി ഷെയ്ഖ് മക്തൂം വൈസ് പ്രസിഡന്റാണ്. സർവകലാശാലയുടെ ട്രസ്റ്റ് ബോർഡും കൂടിയാലോചനാ സമിതിയും രൂപവൽക്കരിക്കുന്നതിനുള്ള നിയമവും ഷെയ്ഖ് മുഹമ്മദ് പുറപ്പെടുവിച്ചു. ഷെയ്ഖ് അഹമ്മദ് ബിൻ സയ്യിദ് അൽ മക്തൂമായിരിക്കും ബോർഡ് ഓഫ് ട്രസ്റ്റിന്റെ ചെയർമാൻ. ഒമർ സുൽത്താൻ അൽ ഉലമ, ഹലാൽ സയ്യിദ് അൽ മറി,
ആയിഷ അബ്ദുള്ള മിറാൻ, അഹമ്മദ് ബിൻത്ത് ബയാത്ത്, ഈസ കാസിം, ഡോക്ടർ അലവി അൽ ഷെയ്ഖ് അലി എന്നീ 6 പേരാണ് ബോർഡിലെ അംഗങ്ങൾ. ഡോക്ടർ മുഹമ്മദ് അൽ അരിയാൻ, പ്രൊഫസർ ഫദൽ ആദിബ്, സയീബ് ദാഗർ, ഫാദി ഖന്തൂർ എന്നിവരാണ് കൂടിയാലോചനാ സമിതിയിലെ അംഗങ്ങൾ. മീഡിയ 1 ദുബായ്. ഒമാനിലെത്തുന്ന സന്ദർശകരുടെ എണ്ണത്തിൽ വർധന. ഈ വർഷത്തിന്റെ ആദ്യ 7 മാസങ്ങളിൽ സുൽത്താനേറ്റിലേക്ക് 2.3 ദശലക്ഷം പേരാണ് എത്തിയത്. UAE-യിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പേരെത്തിയത്. ഒമാനിലേക്കെത്തുന്ന സന്ദർശകരുടെ എണ്ണത്തിൽ വർഷം തോറും വലിയ വർധനയാണ് രേഖപ്പെടുത്തുന്നത്. ഖരീഫ് സീസണും ഒമാനിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ഈ വർഷം മാത്രം കഴിഞ്ഞ 7 മാസത്തിനുള്ളിൽ 2.3 ദശലക്ഷം പേരാണ് ഒമാനിലെത്തിയത്. കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോൾ 2.4% വർധനയാണിത്. ഒമാനിലേക്ക് ഏറ്റവും കൂടുതൽ പേർ UAE-യിൽ നിന്നാണ് എത്തിയത്. 7,14,636 ഇമാറാത്തികളാണ് ഇക്കാലയളവിൽ സുൽത്താനേറ്റ് സന്ദർശിച്ചത്. 2ാം സ്ഥാനത്ത് ഇന്ത്യയാണ്. 3,67,166 ഇന്ത്യക്കാരാണ് ഒമാനിലെത്തിയത്. ഇതേ കാലയളവിൽ ഏകദേശം 4.7 ദശലക്ഷം സന്ദർശകർ രാജ്യത്തുനിന്ന് പുറത്തേക്ക് പോകുകയും ചെയ്തു. ജൂലൈ മാസത്തിൽ ഏറ്റവും കൂടുതൽ സന്ദർശകർ ഇന്ത്യയിൽ നിന്നായിരുന്നു. മീഡിയ 1 മസ്കത്ത്. ഗൾഫ് രാജ്യങ്ങളിലെ വ്യോമയാന വിപണിയിൽ മികച്ച നേട്ടം കൊയ്ത് സൗദി അറേബ്യ. വിദേശ ഏജൻസികളായ CH ഏവിയേഷനും OAG-യുമാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. വിമാന കമ്പനികളുടെ സീറ്റ് ശേഷിയിലാണ് 9.9% വർധനവ് രേഖപ്പെടുത്തി ഗൾഫ് രാജ്യങ്ങളിൽ സൗദി ഒന്നാമതെത്തിയത്. വിഷൻ 2030 ഭാഗമായി നടപ്പിലാക്കിയ വിവിധ സംരംഭങ്ങളാണ് വ്യോമഗതാഗത മേഖലയിൽ അഭൂതപൂർവമായ ഈ വളർച്ചയുടെ പിന്നിൽ. സൗദിക്ക് പിറകെ വളർച്ചയിൽ 8.6%വുമായി UAE-യും 5.6% വളർച്ചയുമായി ഖത്തറും മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള കമ്പനി എമിറേറ്റ്സ് ആണ്. 31 ലക്ഷം സീറ്റുകളാണ് എമിറേറ്റ്സിനുള്ളത്. 26 ലക്ഷമുള്ള സൗദി എയർലൈൻസും വളർച്ചയിൽ ഏറെ മുന്നിലാണ്. വ്യോമയാന പ്രവർത്തനങ്ങളിലൂടെ $20.8 ബില്യൺ, ടൂറിസം മേഖലയിൽ $32.2 ബില്യൺ ഉൾപ്പെടെ സൗദി സിവിൽ ഏവിയേഷൻ മേഖല $53 ബില്യൺ സമ്പദ് വ്യവസ്ഥയിലേക്ക് സംഭാവന ചെയ്യുന്നുണ്ട്. സിവിൽ ഏവിയേഷൻ മേഖലയിൽ മാത്രമായി 2,41,000 തൊഴിലവസരങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട്. സാബിത് സലീം, മീഡിയ 1 ജിദ്ദ. കുവൈത്ത് എയർപോർട്ടിൽ തിരക്കേറുന്നു. കഴിഞ്ഞ 3 മാസത്തിനിടയിൽ ഏകദേശം 4.2 ദശലക്ഷം പേർ യാത്ര ചെയ്തതായി അധികൃതർ അറിയിച്ചു. ഇന്നലെ മാത്രം വിവിധ രാജ്യങ്ങളിൽ നിന്നായി ഏകദേശം 174 വിമാനങ്ങളാണ് വിമാനത്താവളത്തിലെത്തിയത്. വേനൽക്കാല അവധിക്ക് ശേഷം സ്കൂളുകൾ ആരംഭിച്ചതോടെയാണ് എയർപോർട്ടിൽ തിരക്കേറുവാൻ കാരണം. 20 വിമാനങ്ങളുമായി ഈജിപ്താണ് മുന്നിൽ. 19 വിമാനങ്ങൾ സൗദി അറേബ്യയിൽ നിന്നും 16 വിമാനങ്ങൾ ദുബൈയിൽ നിന്നും 11 വിമാനങ്ങൾ തുർക്കിയിൽ നിന്നും രാജ്യത്തെത്തി. അതിനിടെ യാത്രക്കാർ വർദ്ധിക്കുന്നത് കണ്ട് ടിക്കറ്റ് നിരക്ക് ഇരട്ടിയിലധികം വർധനയാണ് മിക്ക വിമാന കമ്പനികളും വരുത്തിയിരിക്കുന്നത്. വർദ്ധിച്ച നിരക്ക് മൂലം യാത്ര മാറ്റിവെക്കേണ്ട സ്ഥിതിയിലാണ് മലയാളി അടക്കമുള്ള പ്രവാസികൾ. നബിദിനം പ്രമാണിച്ച് ബഹ്റൈനിൽ ഈ മാസം 15-ന് അവധി പ്രഖ്യാപിച്ചു. രാജ്യത്തെ മന്ത്രാലയങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, പൊതുസ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് അവധിയായിരിക്കും. ഉപപ്രധാനമന്ത്രിയുടെ ഓഫീസാണ് അറിയിപ്പ് നൽകിയത്. പ്രവാചക സ്മരണകൾ ഉണർത്തി റബിയുൽ അവൽ മാസത്തോടനുബന്ധിച്ച് മലർവാടി ബാലസംഘം റയ്യാൻ സോൺ കുട്ടികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ബഡ്സ്, കിഡ്സ്, സബ് ജൂനിയർ, ജൂനിയർ എന്നീ 4 വിഭാഗങ്ങളിൽ തിരിച്ചായിരുന്നു മത്സരം. വിജയികൾക്ക് CIC റയ്യാൻ സോണൽ വൈസ് പ്രസിഡന്റ് സുബുൽ അബ്ദുൽ അസീസ്, സോണൽ സെക്രട്ടറി അബ്ദുൽ ജലീൽ MM, വിമൻ ഇന്ത്യ റയ്യാൻ സോണൽ സെക്രട്ടറി സൈനബ അബ്ദുൽ ജലീൽ, റഫീഖ് തങ്ങൾ തുടങ്ങിയവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സൗദി അറേബ്യയിൽ വിവിധ ഓൺലൈൻ ആപ്ലിക്കേഷനുകൾ വഴി പ്രതിദിനം ലഭിക്കുന്നത് 7,50,000-ലധികം ഓർഡറുകൾ. ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടേതാണ് കണക്കുകൾ. ഓർഡറുകൾ വിതരണം ചെയ്യുന്നതിൽ മോട്ടോർ സൈക്കിളുകളുടെ ഉപയോഗം നിയന്ത്രിക്കുന്നതടക്കം മേഖലയിൽ വരാനിരിക്കുന്നത് നിരവധി മാറ്റങ്ങളാണ്. ആപ്ലിക്കേഷനുകൾ വഴി പ്രതിദിനം ലഭിക്കുന്നത് 7,50,000-ലധികം ഡെലിവറി ഓർഡറുകളാണ്. ഇലക്ട്രിക് കാറുകളുടെ വരവും മൊബിലിറ്റി സാങ്കേതിക വിദ്യകളുടെ വളർച്ചയും ഡെലിവറി മേഖലയ്ക്ക് ഉന്മേഷം പകർന്നിട്ടുണ്ട്. ഡെലിവറി മേഖലയിൽ ജോലി ചെയ്യുന്ന സൗദികളല്ലാത്തവർ ലൈറ്റ് ട്രാൻസ്പോർട്ട് ആക്ടിവിറ്റിയിൽ ലൈസൻസ് ഉള്ള കമ്പനികളിൽ ചേരണമെന്ന് നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. ഫ്രീലാൻസായി ഡെലിവറി ജോലി സൗദികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തുകയും ചെയ്തിരുന്നു. പരിസ്ഥിതി സൗഹൃദ ഗതാഗത മാർഗങ്ങൾ ഡെലിവറി സേവനങ്ങൾക്കായി ലഭ്യമാക്കാനുള്ള ശ്രമങ്ങളും തുടരുന്നുണ്ട്. ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ച് മോട്ടോർ സൈക്കിളുകളുടെ ഉപയോഗം നിയന്ത്രിക്കും. അതോടൊപ്പം ജീവനക്കാരുടെ യൂണിഫോമും ഏകീകരിക്കും.
സേവനങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും വാഹനങ്ങളിൽ നിന്നുള്ള പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വർഷം ആരംഭിച്ചിരുന്നു. പ്രാദേശികവും അന്തർദേശീയവുമായ നിക്ഷേപങ്ങൾ ഈ മേഖലയിലും കൊണ്ടുവരും. ഡെലിവറി മേഖലയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഗുണനിലവാരമുള്ള സേവനങ്ങൾ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് മാറ്റങ്ങൾ. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ റൗണ്ടിൽ ഖത്തർ നാളെ രണ്ടാം മത്സരത്തിനിറങ്ങുന്നു. ഉത്തര കൊറിയയാണ് എതിരാളികൾ. ഖത്തർ സമയം വൈകിട്ട് 3 മണിക്ക് ലാവോസിലെ ന്യൂ ലാവോസ് നാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരം. ആദ്യ മത്സരത്തിൽ UAEയിൽ നിന്ന് അപ്രതീക്ഷിത തോൽവി നേരിട്ട ഖത്തർ തിരിച്ചുവരവിനുള്ള ശ്രമത്തിലാണ്. സ്വന്തം കാണികൾക്ക് മുന്നിൽ 1 ഗോളിന് മുന്നിൽ നിന്ന ശേഷമാണ് അന്നാബികൾ 3-1 തോൽവി ഏറ്റുവാങ്ങിയത്. തോൽവിയുടെ ക്ഷീണം തീർക്കാൻ വൻകരയുടെ ചാമ്പ്യന്മാർക്ക് വിജയവഴിയിൽ തിരിച്ചെത്തിയേ തീരൂ. നിർണായക മത്സരത്തിനായി 2 താരങ്ങളെ കൂടി കോച്ച് മാർക്കസ് ലോപ്പസ് ടീമിനൊപ്പം കൂട്ടിയിട്ടുണ്ട്. ബെൽജിയൻ വംശജനായ എഡ്മിൽസൺ ജൂനിയർ, അഹമ്മദ് അൽ റാബി എന്നിവരാണ് ടീമിൽ ഇടം പിടിച്ചത്. ഗോളടിക്കാനും അടിപ്പിക്കാനും മിടുക്കനായ എഡ്മിൽസന്റെ വരവ് മുന്നേറ്റത്തിൽ അക്രം അഫീഫിനും അൽ മുയിസ് അലിക്കും ഗുണം ചെയ്യും. ആദ്യ മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനോട് തോറ്റ ഉത്തര കൊറിയയും ജയം ലക്ഷ്യമിട്ടാണ് ഇറങ്ങുന്നത്. മീഡിയ 1, ദോഹ. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ 3ാം റൗണ്ടിലെ 2ാം മത്സരത്തിൽ ഒമാൻ ചൊവ്വാഴ്ച ഇറങ്ങും. ശക്തരായ ദക്ഷിണ കൊറിയയാണ് എതിരാളികൾ. സുൽത്താൻ കാബൂ സ്പോർട്സ് കോംപ്ലക്സിൽ ഒമാൻ സമയം വൈകുന്നേരം 6 മണിക്കാണ് മത്സരം. ആദ്യ കളിയിൽ ഒമാൻ ഇറാഖിനോട് 1 ഗോളിന് തോറ്റിരുന്നു. ഇറാഖിനെതിരെ മികച്ച കളി കാഴ്ചവെച്ചെങ്കിലും ഫിനിഷിംഗിലെ പാളിച്ചയും ഒപ്പം ഭാഗ്യവും തുണക്കാതെ പോവുകയായിരുന്നു. ചില കളിക്കാർക്ക് പരിക്കേറ്റതും തിരിച്ചടിയായി. സൗദിയിലെ മദീന ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ മിഫ ചാമ്പ്യൻസ് ലീഗിന് തുടക്കം കുറിച്ചു. 1 മാസത്തോളം നീണ്ടു നിൽക്കുന്ന മത്സരങ്ങളുടെ ഉദ്ഘാടനം അലി ഹുസൈൻ നിർവഹിച്ചു. മീക്കാത്ത് റോഡിലുള്ള സദ്ദാം ഫ്ലഡ് സ്റ്റേഡിയത്തിൽ വെച്ചായിരിക്കും മത്സരങ്ങൾ. അഷ്റഫ് ചൊക്ലി, ഹമീദ് പെരുമ്പിൽ, നിസാർ കരുനാഗപ്പള്ളി, ഹിഫ്സു റഹ്മാൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി കലാപരിപാടികളും ടീമുകളുടെ മാർച്ച് പാസ്റ്റും അരങ്ങേറി. KMCC സൗദി കിഴക്കൻ പ്രവിശ്യ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഇന്റർനാഷണൽ വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 8 ടീമുകൾ ടൂർണമെന്റിൽ മാറ്റുരയ്ക്കും. കോഴിക്കോട് CH സെന്ററിന്റെ പ്രവർത്തന ചെലവിലേക്ക് ധനസമാഹരണം നടത്തുന്നതിന്റെ ഭാഗമായാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. CH മുഹമ്മദ് കോയ ഇന്റർനാഷണൽ വോളിബോൾ ടൂർണമെന്റ് സെപ്റ്റംബർ 19, 20 തീയതികളിലായി ദമാമിൽ നടക്കും. അൽ സുഹൈമി കാസ്റ്റ് ഫ്ലഡ്ലി സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരങ്ങൾ. സൗദി, ഖത്തർ, ബഹ്റൈൻ, UAE, ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ രാജ്യങ്ങളിൽ നിന്നുള്ള 8 ടീമുകൾ മേളയിൽ ഏറ്റുമുട്ടും. കോഴിക്കോട് CH സെന്ററിന് കീഴിൽ നടന്നുവരുന്ന സേവന പ്രവർത്തനങ്ങൾക്ക് ധനസമാഹരണം നടത്തുന്നതിന്റെ ഭാഗമായാണ് മേള സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിജയികൾക്ക് പ്രൈസ് മണിയും ട്രോഫിയും സമ്മാനിക്കും. മേളയുടെ ഉദ്ഘാടന പരിപാടിയിൽ നാട്ടിൽ നിന്നുള്ള രാഷ്ട്രീയ കായിക മേഖലയിലുള്ളവർ സംബന്ധിക്കും. ജില്ലാ പ്രസിഡന്റ് ഫൈസൽ കൊടുമ, നാസർ ചാലിയം, ആബിദ് പാറക്കൽ, റിയാസ് പെരുമണ്ണ, ബഷീർ സബാൻ, ഷഫീർ CK എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1, ദമ്മാം. ലോക ഫിസിയോതെറാപ്പി ദിനത്തോടനുബന്ധിച്ച് മെഡക്സ് മെഡിക്കൽ കെയർ സെമിനാർ സംഘടിപ്പിച്ചു. കോൺഫറൻസ് ഹാളിൽ നടന്ന സെമിനാർ മെഡക്സ് മെഡിക്കൽ പ്രസിഡന്റ് ആൻഡ് CEO മുഹമ്മദ് അലി VP ഉദ്ഘാടനം ചെയ്തു. പാർശ്വഫലങ്ങളില്ലാത്ത ചികിത്സാ രീതികൾ ഡോക്ടർമാരും ജനങ്ങളും പ്രോത്സാഹിപ്പിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ജിൻസി അജു അധ്യക്ഷനായിരുന്നു. ഫിസിയോതെറാപ്പിസ്റ്റുകളായ രേഷ്മ, സുമ്ര ഷക്കീൽ, ഷഫീസ് മുഹമ്മദ് എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. അത്യാധുനിക സൗകര്യങ്ങളും ചികിത്സാ ഉപകരണങ്ങളോടും കൂടിയ ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റിന്റെ സേവനം ഫഹാഹിയലിൽ ശാഖയിൽ ലഭ്യമാണെന്ന് മെഡക്സ് മാനേജ്മെന്റ് അറിയിച്ചു. ഫ്രണ്ട്സ് ഓഫ് കണ്ണൂർ കുവൈത്ത് എക്സ്പാറ്റ്സ് അസോസിയേഷൻ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. അൽ അദാൻ കോഓപ്പറേറ്റീവ് സെന്റർ ഫോർ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിൽ നടന്ന ക്യാമ്പിന് ഫോക്ക് ചാരിറ്റി വിഭാഗം നേതൃത്വം നൽകി. നിരവധി പേർ രക്തദാനത്തിൽ പങ്കാളികളായി. കുവൈത്ത് പൊതുസമൂഹത്തിന് വേണ്ടി രക്തശേഖരണത്തിനായി ക്യാമ്പ് സംഘടിപ്പിച്ച ഫോക്കിന്റെ പ്രവർത്തനങ്ങളെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സെന്റർ അധികൃതർ അഭിനന്ദിച്ചു. അൽ അദാൻ കോഓപ്പറേറ്റീവ് സെന്റർ ഫോർ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അധികാരികൾ ഫോക്കിനുള്ള പ്രശംസാപത്രം കൈമാറി. കുവൈത്ത് KMCC സോഷ്യൽ സെക്യൂരിറ്റി സ്കീം വിതരണം ചെയ്തു. മട്ടന്നൂർ കളറോഡ് മുസ്ലിം ലീഗ് ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങ് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ കല്ലായി ഉദ്ഘാടനം ചെയ്തു. കുവൈത്ത് KMCC സംസ്ഥാന ജനറൽ സെക്രട്ടറി മുസ്തഫ കാരി അധ്യക്ഷനായിരുന്നു. അൻസാരി തില്ലങ്കേരി മുഖ്യപ്രഭാഷണം നടത്തി. KMCC അംഗമായിരിക്കെ മരണമടഞ്ഞ അംഗത്തിനുള്ള തുകയാണ് വിതരണം ചെയ്തത്. മുസ്ലിം ലീഗ് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ, KMCC ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു. റിയാദിൽ ഏറ്റവും അധികം വാഹനാപകടങ്ങൾ നടന്നത് അൽ റൗദ ഡിസ്ട്രിക്റ്റിൽ എന്ന റിപ്പോർട്ടുകൾ. 2 വർഷത്തിനിടെ അപകടങ്ങളിൽ പരിക്കേറ്റവരുടെ എണ്ണം 2000-ലധികമാണ്. നഗരസഭയ്ക്ക് കീഴിലുള്ള വാഹനാപകട നിരീക്ഷണ കേന്ദ്രത്തിൻ്റെതാണ് കണക്കുകൾ.
കിഴക്കൻ റിയാദിലെ അൽ റൗദ ഡിസ്ട്രിക്റ്റിലാണ് ഏറ്റവും അധികം അപകടങ്ങൾ നടന്നത്. 2022-നും 2023-നും ഇടയ്ക്കുണ്ടായ അപകടങ്ങളിൽ പരിക്കേറ്റവരുടെ എണ്ണം 2170 നഗരസഭയ്ക്ക് കീഴിലുള്ള വാഹനാപകട നിരീക്ഷണ കേന്ദ്രത്തിൻ്റെതാണ് കണക്കുകൾ. പെട്ടെന്നുള്ള വെട്ടിക്കൽ, അശ്രദ്ധമായ ഡ്രൈവിംഗ് എന്നിവയാണ് ഈ മേഖലയിൽ അപകടങ്ങൾ വർദ്ധിക്കാനുള്ള പ്രധാന കാരണങ്ങൾ. അപകട നിരക്കിൽ രണ്ടാമതായുള്ളത് കിഴക്കൻ റിയാദിലെ നമാർ മേഖലയാണ്. ഇവിടെ 1049 പേർക്കാണ് അപകടങ്ങളിൽ പരിക്കേറ്റത്. അൽ റിമാൽ മേഖലയിൽ 571 പേർക്കും തുവൈക്ക് മേഖലയിൽ 517 പേർക്കും പരിക്കേറ്റിരുന്നു. അൽ ആരിദ്, ദഹറത്തുൽ ലബൻ എന്നിവിടങ്ങളിലും പരിക്കേറ്റവരുടെ എണ്ണം ഉയർന്നിട്ടുണ്ട്. വടക്കൻ റിയാദ് മേഖലയിൽ ഗതാഗത നിരക്ക് കുറവായത് മൂലം അപകട നിരക്ക് താരതമ്യേന കുറവാണ്. മിഷാൽ ചെർപ്പളശ്ശേരി, മീഡിയ 1, റിയാദ്. ബഹ്റൈനിൽ മയ്യഴിക്കൂട്ടത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിന്റെ ഭാഗമായി പ്രവർത്തക സംഗമം സംഘടിപ്പിച്ചു. പി റഷീദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുജീബ് മാഹി, താഹിർ വീസി, റഷീദ് മാഹി, ഷബീർ മാഹി, ഹസീബ് അബ്ദുറഹ്മാൻ എന്നിവർ സംസാരിച്ചു. ബഹ്റൈനിൽ IYCC ഹമദ് ടൗൺ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഹമദ് ടൗൺ അൽ ഹിലാൽ ആശുപത്രിയിൽ വെച്ച് നടന്ന ക്യാമ്പിൽ വിവിധ രാജ്യങ്ങളിലെ പ്രവാസികൾ പങ്കെടുത്തു. പ്രസിഡന്റ് ഷിബിൻ തോമസ്, രഞ്ജിത്ത് മാഹി, ബെൻസി ഗണിയുഡ് വാസ്റ്റിൻ, സ്റ്റെഫി സാബു എന്നിവർ സംസാരിച്ചു. ദുബായിലെ CPM അനുകൂല സാംസ്കാരിക സംഘടനയായ ഓർമ്മ ദുബായ് പുതിയ കേന്ദ്ര ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ഷിഹാബ് പെരിങ്ങോടാണ് പ്രസിഡന്റ്. പ്രദീപ് തോപ്പിൽ ജനറൽ സെക്രട്ടറിയായി തുടരും. അബ്ദുൽ അഷ്റഫിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ബഹ്റൈനിൽ ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റിയുടെ ഉപവിഭാഗമായ വിദ്യാഭ്യാസ ഫോറത്തിന്റെ പ്രവർത്തനോദ്ഘാടനം നടന്നു. കൺവീനർ രമ്യ ശ്രീകാന്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മലയാളം പാഠശാലയിലെ 42ഓളം അധ്യാപകരെ ആദരിച്ചു. ഡോക്ടർ അരുൺകുമാർ ശർമ്മ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ചെയർമാൻ കൃഷ്ണകുമാർ D, ശ്രീകാന്ത് MS, സുരേഷ് കരുണാകരൻ എന്നിവർ സംസാരിച്ചു.